നെക്സ്റ്റ് സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾസ്. സിംപ്ലക്സ് അൽഗോരിതമാണ് പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ പറയുന്നത് സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളോ, മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളൊക്കെ ഉള്ള സിംപ്ലക്സ് അൽഗോരിതമാണ് പറയുന്നത്. എന്താണ് അങ്ങനത്തെ ടേബിളോ? മുന്നത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു. ടേബിളോ മാക്സിമം ടേബിൾ നമുക്ക് ഒരു മാക്സിമം പ്രോബ്ലം തന്നാൽ അല്ലെങ്കിൽ മാക്സിമൈസേഷൻ പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ ഒരു ടേബിളോ അതിന് വരക്കാൻ പറ്റും അല്ലേ? അതാണ് മാക്സിമം ടേബിളോ എന്ന് പറയുന്നത്. അതിന് മാക്സിമം ബേസിക് ഫീസിബിൾ എന്ന് പറയുന്നത് എപ്പോഴാണ്? ഈ B1 B2 എക്സെട്ര BM ഒക്കെ അല്ലേ, അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോൾ ആ ടേബിൾ, അതായത് തന്ന പ്രോബ്ലത്തിൻ്റെ കറസ്പോണ്ടിങ് ടേബിൾ ഇത് സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ, അതായത് മാക്സിമം ബേസിക് ഫീസിബിൾ ആണെങ്കിൽ, ഈ രീതിയിലൊക്കെയാണ് സിംപ്ലക്സ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ് വരുന്നത്. സിംപ്ലക്സ് അൽഗോരിതം എന്തിനാണ് ചെയ്യണത്? സൊല്യൂഷൻ കണ്ടെത്താൻ തന്നെ. നമ്മൾ ജോമെട്രിക്കലി സൊല്യൂഷൻ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ ഏകദേശം സ്റ്റാർട്ടിങ്ങിലൊക്കെ ജോമെട്രിക്കലി സോൾവ് ചെയ്തിരുന്നു. ഗ്രാഫൊക്കെ വരച്ചിട്ട് അല്ലേ, എക്സ്ട്രീം പോയിൻറ്റ്സ് കണ്ടെത്തി അല്ലേ, ഗ്രാഫ് വരച്ചിട്ട് ഏതൊക്കെ എക്സ്ട്രീം പോയിൻറ്റ്സ് വരുന്നത് കണ്ടെത്തി. എന്നിട്ട് ആ പോയിൻറ്റ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏത് പോയിൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ വലുത് വന്നത്, ആ പോയിൻറ്റിനെ സൊല്യൂഷനായിട്ട് എടുത്തു. ആ വാല്യൂ എന്താ വന്നത് അതിന് ഒപ്റ്റിമൽ വാല്യൂ ആയിട്ട് എടുത്തു. ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് ആ കറസ്പോണ്ടിങ് പോയിൻറ്റ്സിനെ എടുത്തു, ഒപ്റ്റിമൽ വാല്യൂ ആയിട്ട് ആ കിട്ടുന്ന വാല്യൂവിനെ എടുത്തു. അങ്ങനെ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാ കേസിലും നമുക്ക് ജോമെട്രിക്കലി സോൾവ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സിംപ്ലക്സ്ക്ക് കടന്നത്. അതിനു വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നേ പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ശരിക്കും സിംപ്ലക്സ് അൽഗോരിതത്തിൻ്റെ സ്റ്റെപ്സ് പറയണം. അപ്പോൾ സിംപ്ലക്സ് അൽഗോരിതത്തിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് സൊല്യൂഷൻ പറയാൻ പറ്റും, ഗ്രാഫിൻ്റെ സഹായമൊന്നും ഇല്ലാതെ. അപ്പോൾ നോക്കാം എങ്ങനെ ഇവിടെ ചെയ്യണത്. ഈ കേസിൽ പറയണത് ടേബിളോ മാക്സിമം ബേസിക് ഫീസിബിൾ ആവണം. അല്ലാത്തിൻ്റെ വേറെ പറയുന്നുണ്ട് കേട്ടോ. അതായത് B1 B2 എക്സെട്ര BM ഏതെങ്കിലും നെഗറ്റീവ് ആവണ കേസ് അത് പിന്നെ പറയുന്നുണ്ട്. ഇത് ഇവിടെ എന്താണ് മാക്സിമം ബേസിക് ഫീസിബിൾ ആണ്, അതായത് B1 B2 എക്സെട്ര BM ഒക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെ ടേബിളോ വന്നു കഴിഞ്ഞാൽ വരുന്ന സിംപ്ലക്സ് അൽഗോരിതം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ദ കറൻറ്റ് ടേബിളോ ഈസ് മാക്സിമം ബേസിക് ഫീസിബിൾ. ഈ കറൻറ്റ് ടേബിളോ പറയാൻ കാരണം, ഫസ്റ്റ് ടേബിൾ ആണെങ്കിൽ അങ്ങനെ നമ്മൾ ഡയറക്റ്റ് പ്രോബ്ലത്തിൽ നിന്ന് ചെയ്തിട്ടുള്ള എഴുതിയിട്ടുള്ള ടേബിൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഈ സ്റ്റെപ്പൊക്കെ പിന്നെയും വരേണ്ടി വരും. അതാണ് ഇത് കറൻറ്റ് ടേബിൾ പറയുന്നത്. ടേബിളിൽ ഇവിടെ ഓരോ സ്റ്റെപ്പിലെത്തുമ്പോൾ നമ്മൾ ചേഞ്ച് വരുത്തുന്നുണ്ട്. അപ്പോൾ പുതിയ ടേബിൾ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് കറൻറ്റ് ടേബിളോ എന്നുള്ള കാര്യം പറഞ്ഞത്. ഇത് കറൻറ്റ് ടേബിളോ ഈസ് മാക്സിമം ബേസിക് ഫീസിബിൾ. അത് മാക്സിമം ബേസിക് ഫീസിബിൾ ആണ്. ദാറ്റ് ഈസ് ഓഫ് ദ ഫോം അറിയാലോ. ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് കൊടുക്കും. -1 മാക്സിമം പ്രോബ്ലം ആണെങ്കിൽ ആ ടേബിളിൻ്റെ സ്ട്രക്ചർ അറിയാമല്ലോ. -1 ഇവിടെ കോഎഫിഷ്യൻസ് ഓഫ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ C1 C2 എക്സെട്ര Cn. ഇവിടെ D വരും ഈക്വൽ ടു F. ഇവിടെ ഈക്വൽ ടു മൈനസ് ഓഫ് ഡിപെൻഡൻറ്റ് വേരിയബിൾസ്. ഇവിടെ A11 A12 എക്സെട്ര A11 A21 A22 എക്സെട്ര A2n എക്സെട്ര AM1 AM2 എക്സെട്ര AM. ഇവിടെ B1 B2 എക്സെട്ര BM. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ജസ്റ്റ് ഇത് പറഞ്ഞേ ഉള്ളൂ. ദ കറൻറ്റ് ടേബിൾ ഈസ് മാക്സിമം ബേസിക് ഫീസിബിൾ. ഇതാവണം, ഈ ഫോമിലായിരിക്കണം ടേബിൾ ബാക്കിയൊക്കെ ചെയ്യണമെങ്കിൽ. ഇഫ് C1 C2 എക്സെട്ര Cn ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, ഇതെല്ലാതും നെഗറ്റീവ് ആണെങ്കിൽ, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള ഈ കോഎഫിഷ്യൻസ് എല്ലാതും നെഗറ്റീവോ അല്ലെങ്കിൽ 0യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ദ ബേസിക് സൊല്യൂഷൻ ഓഫ് ദ കറൻറ്റ് മാക്സിമം ടേബിൾ ഈസ് ഒപ്റ്റിമൽ. ഇതിൻ്റെ ബേസിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ്. അതർവൈസ് കണ്ടിന്യൂ. ഇനി ഏതെങ്കിലും അതർവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, C1 C2 എക്സെട്ര Cn ഇതിലേതെങ്കിലും ഒന്നെങ്കിലും പോസിറ്റീവായിട്ടുണ്ടാവും അല്ലേ. അതർവൈസ് പറഞ്ഞാൽ ഇവിടെ എന്താ, എല്ലാതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ അല്ലാത്ത കേസ് പറയുമ്പോൾ ഏതെങ്കിലും ഒന്ന് പോസിറ്റീവായിട്ട് വരിക. അങ്ങനെയാണെങ്കിൽ താഴെയുള്ള സ്റ്റെപ്സൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് ടേബിളിൽ നിന്ന് തന്നെ നമ്മൾ ഡയറക്റ്റ് ആ പ്രോബ്ലത്തിന് ടേബിൾ എഴുതുമ്പോൾ തന്നെ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാനൊന്നും ആവില്ല, കുറേ കാര്യങ്ങൾ ചെയ്യാണ്ടാവും. അപ്പോൾ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ അവിടെ വെച്ച് നിർത്തുക. അപ്പോൾ ആ ടേബിൾ പോലെ കിട്ടിയിട്ടുള്ള സൊല്യൂഷനാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഓക്കെ, അതിൻ്റെ ബേസിക് സൊല്യൂഷൻ എങ്ങനെ എഴുതുക നമ്മൾ പറയും. ബേസിക് സൊല്യൂഷൻ ഒരു ടേബിൾ ഒന്ന് എങ്ങനെ എഴുതുക എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 കൊടുക്കുക, അങ്ങനെയാണ് ചെയ്തിരുന്നത് അല്ലേ. അപ്പോൾ അതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ വരിക. ഓക്കെ, അതായത് ഏതൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ ബേസിക് സൊല്യൂഷൻ ആയിരിക്കും അവിടുത്തെ ഒപ്റ്റിമൽ സൊല്യൂഷൻ വരിക. അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന സൊല്യൂഷൻസ്.
അതർവൈസ് കണ്ടിന്യൂ, അല്ലാത്ത കേസിൽ കണ്ടിന്യൂ ചെയ്യുക. ചൂസ് സി ജെ ഗ്രേറ്റർ ദാൻ 0. അതർവൈസ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ഉണ്ടാവും, അതിലേതെങ്കിലും ഒരു സി ജെ എടുക്കുക. പോസിറ്റീവ് ആയതിൽ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുക, സി ജെ അത് ഗ്രേറ്റർ ദാൻ 0 അതിനെടുത്തു. ഇഫ് A1J A2J എക്സെട്ര AMJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പോൾ C2 ആണ് സി ജെ ഏറ്റെടുത്ത് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ കോളത്തിൽ വരുന്ന എലമെൻസിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ C2ൻ്റെ കോളത്തിലാണെങ്കിൽ A12 A22 എക്സെട്ര AM2. അതുപോലെയാണ് ഇവിടെ പറഞ്ഞത് ഏത്ത് കോളം സി ജെൻ്റെ കോളം എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന ബാക്കി എലമെൻറ്റ്സ് എന്താ വരിക, A1J A2J എക്സെട്ര AMJ. ഇതൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇതൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. ദ മാക്സിമൈസേഷൻ പ്രോബ്ലം ഈസ് അൺബൗണ്ടഡ്. ഈ പ്രോബ്ലം അൺബൗണ്ടഡ് ആണ്, അതായത് ഇതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യില്ല. അതർവൈസ് കണ്ടിന്യൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് A1J A2J എക്സെട്ര AMJ ഇതിൽ ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കമ്പ്യൂട്ട് മിനിമം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു M സെറ്റ് ഓഫ് ഓൾ BI ബൈ AIJ സച്ച് ദാറ്റ് AIJ ഗ്രേറ്റർ ദാൻ 0. അതിൻ്റെ വേരിയേഷൻ തന്നിട്ടുണ്ട് 1 to M. ഇവിടെ J എന്താണ്, നമ്മളൊരു സി ജെ എടുത്തില്ലേ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ജെ ആണ് ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഇവിടെ A1J A2J ഒക്കെ പറഞ്ഞില്ലേ, ആ കൂട്ടത്തിലുള്ള ജെകൾ. അപ്പോൾ AIJ എന്ന് പറയുമ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു I ലെസ് ദാൻ ഓർ ഈക്വൽ ടു M തന്നിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ എലമെൻറ്റ്സ് വരിക, B1 ബൈ A1J അല്ലേ. ജെ എന്നുള്ളത് നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇവിടെ ഒന്ന് ഒരു എലമെൻറ്റ് കിട്ടിയേക്കും, 2ഓ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ B1 ബൈ A1J B2 ബൈ A2J എക്സെട്ര BM ബൈ AMJ. ഇതിൽ AJ ഗ്രേറ്റർ ദാൻ 0 ഉള്ള കേസ് എടുക്കട്ടോ, എല്ലാതും കൺസിഡർ ചെയ്യില്ല, പോസിറ്റീവ് ആയിട്ടുള്ളത് മാത്രം. മിനിമം വരുന്നത് ഏതാണെന്ന് നോക്കുക, ആ കറസ്പോണ്ടിങ് എലമെൻറ്റിനെ ഇവിടെ എഴുതുക. അപ്പോൾ BP ബൈ APJ എന്നുള്ള എലമെൻറ്റാണ് മിനിമം എങ്കിൽ അതിവിടെ എഴുതും. ഓക്കെ, എല്ലാ AJസും കൺസിഡർ ചെയ്യൂല, ഗ്രേറ്റർ ദാൻ 0 ഉള്ളത് മാത്രം. നമ്മളിവിടെ പറഞ്ഞു എല്ലാതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, പ്രോബ്ലം അൺബൗണ്ടഡ് ആണ്. അല്ലാത്ത കേസിൽ അതായത് ഏതെങ്കിലും ഒന്ന് പോസിറ്റീവ് ഉണ്ടാവും, അപ്പോൾ കുറേ എണ്ണം പോസിറ്റീവ് വരാം. അപ്പോൾ അതാണ് നമ്മൾ AJ ഗ്രേറ്റർ ദാൻ 0. ആ കേസിൽ ഈ നമ്പറിൻ്റെ മിനിമം, ഈ നമ്പേഴ്സിൻ്റെ മിനിമം ആയിട്ടുള്ള നമ്പറാണ് നമ്മളിവിടെ ചൂസ് ചെയ്യണത്. ഇനി പൈവോട്ട് ഓൺ APJ ആൻഡ് ഗോ ടു 1. ഇവിടെ കിട്ടിയ എലമെൻറ്റില്ലേ ഈ APJ, ഇതിൽ പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തുക. പൈവോട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു തോന്നുന്നു, 2 പ്രോബ്ലംസൊക്കെ പൈവോട്ടിങ് ചെയ്തിരുന്നു. ആ എലമെൻറ്റിൽ ഈ ടേബിളിൽ പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തുക. അപ്പോൾ ഇവിടെ APJ എന്ന് പറഞ്ഞിട്ട് ഒരു എലമെൻറ്റ് കിട്ടിക്കോലോ, അതിലേതെങ്കിലും ആയിരിക്കും, അവിടെ പൈവോട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തുക. അതായത് അതിന് പൈവോട്ട് എൻട്രി ആയിട്ട് ചൂസ് ചെയ്തിട്ട് ട്രാൻസ്ഫോർമേഷൻ നടത്തുക. There may be more than one value of P for which BP by APJ is minimum. അതായത് രണ്ടെണ്ണത്തിനും സെയിം വാല്യൂ ഒക്കെ വരുന്നുണ്ടാവും. ഇപ്പോൾ ഒരു B1 ബൈ A1Jയും B3 ബൈ A3Jയും സെയിം ആയിട്ട് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്ക് A1Jയും A3Jയും ഉണ്ടാവും അല്ലേ. APJ എടുക്കുന്ന സ്ഥാനത്ത് A1Jയും A3Jയും ഉണ്ടാവും. ആ കേസിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. ചൂസ് എനി സച്ച് ബി. ഓക്കെ, ചൂസ് എനി സച്ച് ബി. APJ എന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിൻ്റെ കറസ്പോണ്ടിങ് ബി ഏതെങ്കിലും ആയിട്ട് ചൂസ് ചെയ്യുക. കൺസിഡർ സ്റ്റെപ്പ് 2 and 4. സ്റ്റെപ്പ് 2, 4നെ കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം ഇവിടെ. ഇഫ് വി സ്റ്റോപ്പ് ഇൻ സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 2ൽ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുമെന്ന് പറഞ്ഞു. അതായത് സ്റ്റെപ്പ് 2ൽ എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുക, ഈ C1 C2 എക്സെട്ര CN ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. ആ കേസിൽ ഈ ടേബിളിൽ ഉള്ള ബേസിക് സൊല്യൂഷൻ എഴുതി കഴിഞ്ഞാൽ അതാവും ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു. If we stop in step 2, the current tableau is of the form ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവും, -1 ഉണ്ടാവും. ഇവിടെയൊക്കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0, കാരണം ആ കണ്ടീഷൻ വെച്ചിട്ടാണല്ലോ നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പൊക്കെ പോകുന്നത് അല്ലേ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആ സൈനാട്ടോ എഴുതിയിട്ടുള്ളത്, അല്ലാതെ വേറെ ഒന്നുമില്ല. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0 ആണ് വരുന്നത്. അപ്പോൾ C1 C2 എക്സെട്ര CN ഇതെല്ലാതും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യണത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ലെസ് ദാൻ ഓർ ഈക്വൽ 0, ലെസ് ദാൻ ഓർ ഈക്വൽ 0 എക്സെട്ര ലെസ് ദാൻ ഓർ ഈക്വൽ 0. ഇവിടെ D ഉണ്ട്, ഈക്വൽ ടു F, ഇവിടെ മൈനസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്, അതൊക്കെ അതേപോലെ എഴുതി. ഇവിടെയൊക്കെ ജസ്റ്റ് സൈൻ കൊടുത്തു എന്നേ ഉള്ളൂ. സിൻസ് ദി ടേബിളോ ഈസ് മാക്സിമം ബേസിക് ഫീസിബിൾ, ദ ബേസിക് സൊല്യൂഷൻ ഈസ്
ഫീസിബിൾ സൊല്യൂഷൻ. ഇവിടുത്തെ ബേസിക് സൊല്യൂഷൻ ഫീസിബിൾ സൊല്യൂഷൻ ആവും. അത് പറഞ്ഞു. ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഗിവൺ ബൈ ദിസ് ടേബിൾ ഈസ് ഓഫ് ദി ഫോം. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെ എഴുതാം? C1 C2 എക്സെട്ര Cn ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എഴുതി. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഫോം C1 ഇൻറ്റു ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ പ്ലസ് C2 ഇൻറ്റു ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എക്സെട്ര പ്ലസ് Cn ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ മൈനസ് ഡി എന്നുള്ളതാണ്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ജസ്റ്റ് ആ സൈന് കൊടുത്ത് എഴുതിയതാണ്. C1 C2 എക്സെട്ര Cn എഴുതിയ പകരം അതിൻ്റെ സൈനാണ് അവിടെ ഇട്ടതെന്നുള്ളൂ. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ plus less than or equal to 0 independent variable plus etc plus less than or equal to 0 where independent variable minus d. Since the problem is maximization, we are trying to maximize f അല്ലേ? മാക്സിമൈസേഷൻ ആയതുകൊണ്ട് നമുക്ക് എഫിൻ്റെ വാല്യൂ എത്രയാണോ മാക്സിമം ആസ് പോസിബിൾ കിട്ടണം അതാണ് നോക്കേണ്ടത് അല്ലേ? അപ്പോൾ എഫ് വാല്യൂ എത്രയാണോ മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വാല്യൂ എന്നാണ് നോക്കേണ്ടത്. ഇവിടെയൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് താനും. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? മാക്സിമം വാല്യൂ കിട്ടണമെങ്കിൽ ഇതൊക്കെ 0 ആയിട്ട് ചൂസ് ചെയ്യണ്ടേ? എന്താ? Therefore we have to set those independent variables having the negative coefficients equal to the smallest values possible. അതായത് ഈ നെഗറ്റീവ് നമ്പർ കൂടിക്കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇവിടെ സൈന് നെഗറ്റീവാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് വാല്യൂ കൂടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് അല്ലേ? നെഗറ്റീവ് നമ്പർ വലുതാവും, അതായത് എഫിൻ്റെ വാല്യൂ കുറയും. അപ്പോൾ നമ്മളിവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് പകരം ഈക്വൽ ടു 0 ആയിട്ട് ചൂസ് ചെയ്യേണ്ടി വരും. അതായത് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 അവിടെ ഒരു പോസിറ്റീവ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? പോസിറ്റീവേ എടുക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ എക്സാമ്പിളിലൊക്കെ കണ്ടു. നമ്മൾ x1 x2 ഒക്കെ എങ്ങനെ ചൂസ് ചെയ്തത്, എങ്ങനെ നമ്പർ ഓഫ് സർക്യൂട്ട്സ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. നമ്പർ ഒരു റിയൽ ലൈഫ് പ്രോബ്ലംസാണ്. അപ്പോൾ നെഗറ്റീവ് നമ്പറായിട്ടൊന്നും ഉണ്ടാവില്ല. നെഗറ്റീവ് എണ്ണം ഉണ്ടാക്കുക, കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് വാല്യൂ അല്ലെങ്കിൽ 0 അത് നമ്മൾ കൺസ്ട്രെയിൻസിൽ എഴുതിയിട്ടുള്ളതാണ്. അങ്ങനെ ആലോചിച്ചാലും മതി. x1 x2 എക്സെട്ര xn എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുള്ളൂ അല്ലേ? നമ്മൾ പ്രോബ്ലം എഴുതുമ്പോൾ എഴുതിയിട്ടുണ്ട് x1 x2 എക്സെട്ര xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 വരുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് ഈ സൈനൊക്കെ. അപ്പോൾ ഇതൊക്കെ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എഫിൻ്റെ വാല്യൂ കുറയില്ലേ? നെഗറ്റീവ് എന്തായാലും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് ആവാൻ പറ്റില്ല. അപ്പോൾ പോസിറ്റീവ് ആവുകയാണെങ്കിൽ ഈ നെഗറ്റീവ് വെച്ചിട്ട് എഫിൻ്റെ വാല്യൂ കുറയും ചെയ്യും. പക്ഷെ നമുക്ക് എഫിൻ്റെ വാല്യൂ മാക്സിമം ആയിട്ട് കിട്ടണം. അപ്പോൾ എന്ത് ചൂസ് ചെയ്യണം? ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 ചൂസ് ചെയ്യണം. അതല്ലേ പിന്നെ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 0 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ നെഗറ്റീവിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ബാക്കി കിട്ടിയ ഈ മൈനസ് ഡി ആണ് ഉണ്ടാവുക. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. Therefore we have to set those independent variables having the negative coefficients equal to the smallest values as possible. So here smallest possible values for independent variables എന്താണ്? 0 ആണ്. So here we take the values of independent variables as 0. Hence the basic solution is also an optimal solution since any increase in those independent variables having negative coefficients decreases f. എന്താ പറഞ്ഞത്? ബേസിക് സൊല്യൂഷൻ 0 കൊടുക്കുമ്പോഴുള്ള സൊല്യൂഷനാണ് ബേസിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞു അല്ലേ? അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ നമ്മൾ പറഞ്ഞു എഫ് മാക്സിമം കിട്ടണമെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനൊക്കെ 0 കൊടുക്കണം. 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് ബേസിക് സൊല്യൂഷൻ. ഹെൻസ് ദി ബേസിക് സൊല്യൂഷൻ ഈസ് ഓൾസോ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ അല്ലേ? അത് ഒപ്റ്റിമൽ ആവും പറഞ്ഞാൽ എന്താ പറയാൻ കാരണം എന്താ? എഫ് അപ്പോഴാണ് മാക്സിമം കിട്ടുക എന്ന് പറഞ്ഞു. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിനൊക്കെ 0 കൊടുക്കുമ്പോഴാണ് എഫ് മാക്സിമം കിട്ടുക എന്ന് പറഞ്ഞു. സോ ബേസിക് സൊല്യൂഷനാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയാം. ബേസിക് സൊല്യൂഷൻ ഈസ് ഓൾസോ ആൻ ഒപ്റ്റിമൽ സൊല്യൂഷൻ സിൻസ് എനി ഇൻക്രീസ് ഇൻ ദോസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഹാവിങ് നെഗറ്റീവ് കോഎഫിഷ്യൻസ്, അതിൻ്റെ കോഎഫിഷ്യൻസ് ഒക്കെ നെഗറ്റീവാണ്, ഡിക്രീസസ് എഫ്. അതുകൊണ്ട് എഫ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ബേസിക് സൊല്യൂഷനാണ്, അതായത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 കൊടുക്കുമ്പോൾ കിട്ടുന്ന സൊല്യൂഷനാണ് ഇവിടുത്തെ ഒപ്റ്റിമൽ സൊല്യൂഷനായിട്ട് വരിക. ഇൻ ജനറൽ 0 കോഎഫിഷ്യൻസ് ഹിയർ ഇംപ്ലൈ ദി പോസിബിൾ എക്സിസ്റ്റൻസ് ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻസ് ദാറ്റ് ആർ നോട്ട് ബേസിക് സിൻസ് ദി കറസ്പോണ്ടിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ നോട്ട് ഫോഴ്സ്ഡ് ടു ബി 0.
അവിടെ എന്താ പറഞ്ഞത്, 0 കോഎഫിഷ്യൻസ് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ 0 ആണെന്ന് വിചാരിക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ നമുക്കിവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിന് 0 ആയി കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ഓൾറെഡി ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ എങ്ങനെയും കിട്ടും. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇപ്പോൾ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇവിടെ x1 ആണെങ്കിൽ അതിന് 0 കൊടുക്കാതെയും കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത്. 0 കോഎഫിഷ്യൻസ് ഹിയർ ഇംപ്ലൈ ദ പോസിബിൾ എക്സിസ്റ്റൻസ് ഓഫ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒപ്റ്റിമൽ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും. ദാറ്റ് ആർ നോട്ട് ബേസിക് ആവില്ല. കാരണം ബേസിക് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ 0 വരണമെന്നില്ല പറഞ്ഞു. 0 വരുമ്പോഴുള്ളതാണ് നമ്മൾ ബേസിക് സൊല്യൂഷൻ പറയാം. നോട്ട് ബേസിക് സിൻസ് ദി കറസ്പോണ്ടിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആർ നോട്ട് ഫോഴ്സ്ഡ് ടു ബി 0. കാരണം കറസ്പോണ്ടിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ 0 വരണമെന്നില്ല, നിർബന്ധം ഇല്ല. കാരണം കോഎഫിഷ്യൻ്റ് 0 ആയി, അപ്പോൾ പിന്നെ ഇത് 0 വന്നോളണമെന്നില്ല. അപ്പോൾ ആ കേസിൽ നമുക്ക് ബേസിക് സൊല്യൂഷൻ ആയിക്കൊള്ളണം എന്നില്ല. നെക്സ്റ്റ്, ടേബിൾ ഓഫ് ബി ഈസ് ദ ടേബിൾ ഓഫ് form that terminates the simplex algorithm for maximum basic feasible tables with a basic solution that is optimal. അതായത് നമ്മൾ തൊട്ട് മുന്നേ എഴുതിയ ടേബിൾ, അത് ആണ് ടെർമിനേറ്റ്സ് സിംപ്ലക്സ് അൽഗോരിതം. സിംപ്ലക്സ് അൽഗോരിതത്തിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് വരുന്നത്. അതൊന്ന് നമുക്ക് മാക്സിമം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ കിട്ടും. മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾസ് വിത്ത് എ ബേസിക് സൊല്യൂഷൻ ദാറ്റ് ഈസ് ഒപ്റ്റിമൽ. അതായിരിക്കും ഒപ്റ്റിമൽ. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ ടേബിളിലുള്ള സൊല്യൂഷൻ ആയിരിക്കും ഒപ്റ്റിമൽ സൊല്യൂഷൻ വരിക. ആദ്യത്തെ മാക്സിമം ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ, അതായത് അതിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് 0 കൊടുക്കുമ്പോഴുള്ള സൊല്യൂഷൻ ആയിരിക്കും ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ വരിക. നെക്സ്റ്റ് ഒരു ഡെഫിനിഷൻ നോക്കുക. എ കനോണിക്കൽ മാക്സിമൈസേഷൻ റെസ്പെക്റ്റീവ്ലി മിനിമൈസേഷൻ, അതായത് മാക്സിമൈസേഷൻ അല്ലെങ്കിൽ മിനിമൈസേഷൻ എന്നാണ് ഉദ്ദേശിച്ചത്. LPP is said to be unbounded. ഒരു LPP എപ്പോഴാണ് അൺബൗണ്ടഡ് എന്ന് പറയാൻ നോക്കാം. ഇഫ് ദി കൺസ്ട്രെയിൻറ്റ് സെറ്റ് ഈസ് അൺബൗണ്ടഡ്. കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡ്, നമ്മൾ കൺസ്ട്രെയിൻറ്റ് സെറ്റ് വരച്ചിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. കൺസ്ട്രെയിൻറ്റ് സെറ്റ് ഗ്രാഫായിട്ട് വരച്ചിരുന്നു. അൺബൗണ്ടഡ് ആയിട്ട് വരുന്ന ഇൻഫിനിറ്റി വരെ ഷെയ്ഡ് ചെയ്യേണ്ട രീതിയിലൊക്കെ വന്നിരുന്നു ചില ഗ്രാഫ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, അങ്ങനെയുള്ള കേസസാണ് അൺബൗണ്ടഡ് പറയുന്നത്. കൺസ്ട്രെയിൻറ്റ് സെറ്റ് വരച്ചപ്പോൾ constraint set is unbounded and the objective function is not bounded above. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബൗണ്ടഡ് എബോ അല്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സിമൈസേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാക്സിമം വാല്യൂ കിട്ടണം. നോട്ട് ബൗണ്ടഡ് എബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു മാക്സിമം വാല്യൂ ഇല്ല, അതായത് ഇൻഫിനിറ്റിക്ക് പോവാന്നർത്ഥം. റെസ്പെക്റ്റീവ്ലി നോട്ട് ബൗണ്ടഡ് ബിലോ, അതായത് മിനിമൈസേഷൻ ആണെങ്കിൽ ഉദ്ദേശിച്ചത് ബൗണ്ടഡ് ബിലോ. ഓക്കെ, ഇവിടെ മാക്സിമൈസേഷന് ഇക്വലൻ്റ് ആയിട്ട് മിനിമൈസേഷനും പറയാം. അപ്പോൾ മിനിമൈസേഷനാണ് പറഞ്ഞതെങ്കിൽ ബൗണ്ടഡ് ബിലോ ആവില്ല എന്ന് പറയാം. മാക്സിമൈസേഷനാണ് പറഞ്ഞതെങ്കിൽ ബൗണ്ടഡ് എബോ ആവില്ല. മിനിമൈസേഷൻ ആണെങ്കിൽ നമുക്കൊരു മിനിമം വാല്യൂ ആണ് വേണ്ടത് അല്ലേ, ഒരു ലോവർ ബൗണ്ടാണ് വേണ്ടത് അല്ലേ. ബൗണ്ടഡ് ബിലോ ആയിട്ടൊരു ബൗണ്ടാണ് വേണ്ടത്, പക്ഷേ ബൗണ്ടഡ് ബിലോ ആവില്ല. അങ്ങനെയാണ് കനോണിക്കൽ മാക്സിമൈസേഷൻ പ്രോബ്ലം അൺബൗണ്ടഡ് എന്ന് പറയുന്നത്. മാക്സിമൈസേഷൻ ആണെങ്കിൽ ഈ കേസിൽ ബൗണ്ടഡ് എബോ ആവില്ല. മിനിമൈസേഷൻ പ്രോബ്ലം എപ്പോഴാണ് അൺബൗണ്ടഡ് പറയുക? കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോട്ട് ബൗണ്ടഡ് ബിലോ. ഓക്കെ, ഓൺ ദി കൺസ്ട്രെയിൻറ്റ് സെറ്റ്. ഹെൻസ് ആൻ അൺബൗണ്ടഡ് LPP ഹാസ് നോ മാക്സിമം. അൺബൗണ്ടഡ് LPPക്ക് മാക്സിമം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു, ഒരു മാക്സിമം കണ്ടെത്തുക എന്നാണ് മാക്സിമൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ലക്ഷ്യം. അത് കണ്ടെത്താൻ പറ്റില്ല പറഞ്ഞാൽ അത് ഇൻഫിനിറ്റിക്ക് പോകാമെന്നർത്ഥം. അപ്പോൾ ഒരു അൺബൗണ്ടഡ് LPP ആണെങ്കിൽ അതിന് മാക്സിമം ഉണ്ടാവില്ല. ഇനി മിനിമം പ്രോബ്ലം ആണെങ്കിൽ മിനിമം ഉണ്ടാവില്ല എന്ന് പറയാം. സിൻസ് ദീസ് ആർ ഫീസിബിൾ സൊല്യൂഷൻസ് ദാറ്റ് മേക്ക് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ പ്രോബ്ലം ആർബിട്രറിലി ലാർജ്. മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ എത്ര ലാർജ് ആക്കാൻ പറ്റുമോ അത്രയും ലാർജ് ആക്കും, അതായത് ഇൻഫിനിറ്റിക്ക് ടെൻഡ് ചെയ്യുമെന്ന് പറയാം. ഓർ സ്മോൾ, അതായത് മിനിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ മൈനസ് ഇൻഫിനിറ്റിക്ക് പോണ രീതിയിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ എത്ര കുറക്കാൻ പറ്റുമോ ആ രീതിയിൽ കുറച്ച് കൊണ്ടുവരാം. അതിലൊരു ലോവർ ബൗണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ പറഞ്ഞത്.
എന്താണ് അൺബൗണ്ടഡ് ആയിട്ടുള്ള LPP എന്താണ് മാക്സിമൈസേഷൻ്റെ കേസിലും മിനിമൈസേഷൻ്റെ കേസിലും. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ ഇപ്പോൾ കനോണിക്കൽ മാക്സിമൈസേഷൻ പ്രോബ്ലം അൺബൗണ്ടഡ് എന്ന് പറയുകയാണെങ്കിൽ കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡ് ആണ്, പിന്നെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ബൗണ്ടഡ് എബവ് ആവില്ല. അതുപോലെ തന്നെ മിനിമൈസേഷൻ LPP അൺബൗണ്ടഡ് അത് പറയപ്പോഴാണ് കൺസ്ട്രെയിൻറ്റ് സെറ്റ് അൺബൗണ്ടഡ് ആൻഡ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നോട്ട് ബൗണ്ടഡ് ബിലോ, ഇങ്ങനെയാണ് പറയുന്നത്. അതാണ് അവിടെ പറഞ്ഞത്. ഇനി സ്റ്റെപ്പ് 4 ഒന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. സ്റ്റെപ്പ് 4 സ്റ്റോപ്പ് ചെയ്യുന്ന കാര്യം എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അവിടെ A1J A2J എക്സെട്ര AMJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ. അതാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ആ ജേത്ത് കോളം എന്നുള്ള റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എക്സ് കൊടുത്തിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിന് വേണ്ടിയിട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ അതേപോലെ വരുന്നൊന്നുമില്ല. ഓരോ സ്റ്റെപ്പിലും നമ്മൾ ടേബിൾ മാറുമല്ലോ വോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. പിന്നെ -1 ഇവിടെ എന്തായാലും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഓൾറെഡി തന്നിട്ടുണ്ട്, ബേസിക് ഫീസിബിൾ ആണെന്നൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ DF മൈനസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ്. ഇഫ് വി സ്റ്റോപ്പ് ഇൻ സ്റ്റെപ്പ് 4 ദി കറൻറ്റ് ടേബിളോ ഈസ് ഓഫ് ദി ഫോം. ടേബിളോ ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക. കാരണം സ്റ്റെപ്പ് 4 സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ജെ ചൂസ് ചെയ്ത CJ ഗ്രേറ്റർ ദാൻ 0 ആയിട്ട് ഒരു എലമെൻറ്റ് ചൂസ് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഗ്രേറ്റർ ദാൻ 0 ആണിത്. CJ ഗ്രേറ്റർ ദാൻ 0യിലുള്ള A1J A2J എക്സെട്ര AMJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആകുമ്പോഴാണ് നമ്മൾ സ്റ്റെപ്പ് 4 സ്റ്റോപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ടേബിളിൻ്റെ ഫോം ഇതാവില്ലേ, കാരണം ആ എലമെൻറ്റ്സൊക്കെ ആ കോളത്തിൽ വരുന്ന എലമെൻറ്റ്സൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. നോ സെറ്റ് ഓഫ് ഓൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സെപ്റ്റ് എക്സ് ഈക്വൽ ടു 0. എക്സ് ഒഴികെയുള്ള എക്സ് എന്ന് പറയുന്നത് എവിടെയാണ്, ആ ജേത്ത് കോളത്തിൽ വരുന്ന കറസ്പോണ്ടിങ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. അത് X1 X2 അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഇനിയിപ്പോൾ T1 T2 അങ്ങനെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ടാവും നമ്മൾ വോട്ടിംഗ് ഒക്കെ ചെയ്യുമ്പോൾ. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എക്സെപ്റ്റ് എക്സ് ഈക്വൽ ടു 0. ബാക്കിയുള്ള ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഒക്കെ 0 ആയിപ്പോൾ. ഓൾ ദി മെയിൻ കൺസ്ട്രെയിൻറ്റ്സ് റെഡ്യൂസ് ടു ദി ഫോം. മെയിൻ കൺസ്ട്രെയിൻറ്റ് ഏത് ഫോമിലേക്ക് മാറും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ്. കാരണം അവിടെ ആ എലമെൻറ്റ്സ് ഒക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു അല്ലേ. A1J A2J എക്സെട്ര AMJ. പിന്നെ ഇൻറ്റു കൺസ്ട്രെയിൻ്റ് ആ രീതിയിലുള്ള നമ്മൾ എഴുതുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് മൈനസ് അല്ലേ, -1 ഇൻറ്റു എന്ന് വരും. -1 ഇൻറ്റു B1 B2 അതിൻ്റെ സൈൻ എന്താ വരിക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈക്വൽ ടു അപ്പുറത്ത് മൈനസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ടാവും അല്ലേ. ഇതിന് തൊട്ട് മുന്നത്തെ ടേബിളിലെ കാര്യമാണ് പറയുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് മൈനസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈക്വൽ ടു മൈനസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഈ ഫോമിലാണ് വരിക. ഓരോ റോ എടുത്ത് ചെയ്താലും ഇങ്ങനെ കിട്ടുക. അപ്പോൾ മൈനസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം, പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എഴുതാം. മൈനസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0ക്ക് പകരം പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് എഴുതാം. അങ്ങനെ എഴുതി. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എക്സ് പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇഫ് എക്സ് ഈസ് നോൺ നെഗറ്റീവ്, എക്സ് നോൺ നെഗറ്റീവ് ആണെങ്കിൽ നമുക്കെന്ത് പറയാം, മൈനസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അതിൻ്റെ സൈന് നെഗറ്റീവോ 0യോ ആണ് പറയാലോ. അതായത് എക്സ് നോൺ നെഗറ്റീവ് ആണെന്നതിന് അർത്ഥം എന്താ, ഇവിടുത്തെ സൈൻ എന്തായാലും 0യോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 മാത്രമേ ആവുള്ളൂ അല്ലേ. നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോസിറ്റീവ് ആയിപ്പോവും. അതാണ് പറഞ്ഞാൽ എക്സ് നോൺ നെഗറ്റീവ് ആണ്. അതായത് ഇവിടെ എന്തായാലും മൊത്തത്തിൽ സൈൻ നോക്കുകയാണെങ്കിലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരും, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വരിക. അപ്പോൾ മൈനസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ സൈൻ എന്താ വരിക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് വരിക. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ സൈൻ എടുക്കുമ്പോഴോ ഒരു മൈനസ് ചേർന്ന് കഴിഞ്ഞാൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയാം അല്ലേ. ഡിപ്പെൻഡൻറ്റ് വേരിയബിളിൻ്റെ സൈന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവും. Such a solution satisfies all of the constraints of the original problem. ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 അതാണ് നമ്മൾ ശരിക്കുള്ള കേസ്. അപ്പോൾ ആ കൺസ്ട്രെയിൻസ് such a solution, ആ സൊല്യൂഷൻ സാറ്റിസ്ഫൈ ഓൾ ഓഫ് ദി കൺസ്ട്രെയിൻസ് ഓഫ് ദി ഒറിജിനൽ പ്രോബ്ലം. അപ്പോൾ കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ കൺസ്ട്രെയിൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യും. ആൻഡ് ഈസ് ദസ് ഫീസിബിൾ, അതുകൊണ്ട് തന്നെ അത് ഫീസിബിൾ ആവും. ആസ് എക്സ് ടെൻസ് ടു ഇൻഫിനിറ്റി വി ഹാവ് എഫ് ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 0 എക്സ് മൈനസ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. എക്സ് ഇൻഫിനിറ്റിക്ക് പോകുമ്പോൾ എഫ് ഇൻഫിനിറ്റി പോകും. അതായത് എക്സ് അൺബൗണ്ടഡ് ആകുമ്പോൾ
ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആവുമെന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് പ്രോബ്ലത്തിൽ നോക്കട്ടെ. ഇങ്ങനെ തിയറി പറയുമ്പോൾ മനസ്സിലായിക്കൊള്ളണമെന്നില്ല. സിൻസ് വി ക്യാൻ മേക്ക് എഫ് ആർബിട്രറി ലാർജ് ബൈ ഇൻക്രീസിങ് എക്സ്, അതാണ് ഇവിടെ പറഞ്ഞത്. എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എഫ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സി ഇസ് ദി ടേബിൾ ദാറ്റ് ടെർമിനേറ്റ്സ് ദി സിംപ്ലക്സ് അൽഗോരിതം ഫോർ മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിൾസ് വിത്ത് ആൻ അൺബൗണ്ടഡ് LPP. അപ്പോൾ സി എന്നുള്ള ടേബിളോ എന്നുള്ളത് അവിടെ വെച്ച് ടെർമിനേറ്റ് ചെയ്യും. സിംപ്ലക്സ് അൽഗോരിതം ടെർമിനേറ്റ് ചെയ്യും. അവിടെ വെച്ച് നമുക്കെന്ത് കിട്ടും? മാക്സിമം ബേസിക് ഫീസിബിൾ ടേബിളോ കിട്ടും. പിന്നെ അത് വെച്ചിട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അവിടെ ഒരു അൺബൗണ്ട് സൊല്യൂഷനാണ് കിട്ടുക. ഞാൻ പറഞ്ഞു എക്സ് ഇൻഫിനിറ്റിക്ക് അപ്രോച്ച് ചെയ്യുന്നതിനനുസരിച്ച് എഫും ഇൻഫിനിറ്റിക്കായി വരും. ആ കേസിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് അല്ലേ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അൺബൗണ്ടഡ് ആണെങ്കിൽ ആ പ്രോബ്ലം അൺബൗണ്ടഡ് LPP ആയിട്ട് വരും. അതാണല്ലോ സ്റ്റെപ്പ് 4 പറഞ്ഞത്. സ്റ്റെപ്പ് 2 നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടുക. ഇവിടെ ഈ അൺബൗണ്ടഡ് LPPൻ്റെ കേസാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം.